എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 51 ശ്ലോകം 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 11 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നപ്പോ ഇതാ ആ കാലയവനും ഗുഹയുടെ ഉള്ളിൽ കടന്നു. അവിടെ ഒരാള് കിടന്നുറങ്ങണത് കണ്ടു. അത് ഭഗവാനാണെന്ന് വിചാരിച്ചതാ. അത് ചവിട്ട് കൊടുക്കുക കാലയവന്. അതോടുകൂടി അയാളുടെ കഥ കഴിഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. നന്വസോ ദൂരമാനീയ ശേതേ മാമിക സാധുവത് ഇതി മത്വാ അച്യുതം മൂഢ തം പദ സമതാടയത്. അതിലൊരാള് കിടക്കണ കണ്ടു. അപ്പൊ ആ യവനും ചിന്തിക്കുകയാണ്, ഇവൻ എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ദേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു. അത് ശരി, വേണ്ടത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ കിടക്കണ ആള് ശ്രീകൃഷ്ണ ഭഗവാനാണെന്നാണ് നിശ്ചയിച്ചിട്ട് കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ട്. എന്നാ അയാൾക്കൊന്ന് ആലോചിക്കായിരുന്നു. മുമ്പ് കണ്ട പുരുഷന് 4 കൈയൊക്കെ ഉണ്ട്. ഈ കിടക്കുന്ന ആൾക്ക് ആ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ കോപാന്ധനായ യവന് അതൊന്നും ആലോചിച്ചേ ഇല്ല. സാധാരണ ഒരാളെ ചവിട്ടണത് തന്നെ മഹാനിന്ദ്യം അല്ലെ. ആ ഭഗവാനാണെന്നുള്ള അറിവോടെ ചവിട്ടിയതോ അത് അത്രയേക്കാളും എന്താ പറയാ, ആ അയാളുടെ അറിവില്ലായ്മയുടെ ആധിക്യത്തെ കാണിക്കുന്നു. ഒരു ഭാഗ്യമില്ലാത്ത ഒരാളുടെ കാൽക്കല് നിധി കിടന്നാലും അയാൾ കാണില്ല. ഭഗവാൻ എല്ലാവർക്കും ഒന്നും തന്റെ സ്വരൂപം കാണിച്ചു കൊടുക്കില്ല. ഇയാൾക്ക് അത് കാണാനുള്ള ഭാഗ്യമില്ല. സൗത്ഥായ ചിരം സുപ്ത ശനൈരുന്മീല്യലോചനെ ദിശോ വിലോകയൻ പാർശ്വേ തമദ്രാക്ഷീതവസ്ഥിതം. കുറെ കാലമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ഉണരാനുള്ള സമയമായിട്ടില്ല. ബലാത്കാരേണ ഉണർത്തിയപ്പോ എഴുന്നേറ്റിരുന്നു. കുറച്ചു നേരം കൊണ്ട് കണ്ണുകളൊക്കെ മെല്ലെ മെല്ലെ മിഴിച്ചു. 4 ഭാഗത്ത് നോക്കിയപ്പോ കണ്ടു കാലയവനൻ അവിടെ ഇങ്ങനെ അടുത്ത് നിൽക്കണ കണ്ടു. ദേഷ്യം വന്നു. സതാവത് തസ്യ രുഷ്ട്രസ്യ ദൃഷ്ടിപാതേന ഭാരത ദേഹജേനാഗ്നിനാ ദഗ്ധോ ഭസ്മസാദഭവൽക്ഷണാൽ. ശ്രീ സുബ്രഹ്മണ്യ പറഞ്ഞു, ഹേ രാജാവേ, തന്നെ ഉണർത്തിയ ഒരാള് ആ അടുത്ത് തന്നെ നിൽക്കണത് കണ്ടപ്പോ ക്രോധം അങ്ങോട്ട് വർദ്ധിച്ചു. കണ്ണുകളിങ്ങനെ നന്നായി ഉരുട്ടി വീഴിച്ച് ഒറ്റ നോട്ടം. ആ നോട്ടം കാലയവനന്റെ മീതെ വീണ ഉടനെ അവന്റെ ദേഹത്തിലുള്ള അഗ്നിയും ജ്വലിച്ചു. ആ അഗ്നിയാൽ അപ്പോൾ തന്നെ കാലയവനൻ ദഹിച്ച് ഭസ്മമായിട്ട് ഭവിച്ചു. ഇത് കേട്ടപ്പോ പരീക്ഷിത് മഹാരാജാവിന് അത്ഭുതമായി. രാജാവ് ചോദിക്കാണ്, കോ നാമ സപുമാൻ ബ്രഹ്മൻ കസ്യ കിം വീര്യയേവച കസ്മാൽ ഗുഹാം ഗത ശിഷ്യേ കിം തേജോ യവനാർദ്ദന. യവനൻ ഞങ്ങൾ നശിച്ചു. പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ ഭസ്മായി എന്നൊക്കെ കേട്ടപ്പോ വിസ്മയായി, അത്ഭുതമായി. രാജാവിനോട് ചോദിക്കുന്നു, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, അങ്ങേക്ക് അറിയാത്തത് ഒന്നുമില്ലല്ലോ. അതിഘോരനായ ഈ കാലയവനെ ഇത്ര എളുപ്പത്തിൽ നശിപ്പിച്ച ഈ പുരുഷന്റെ നാമധേയം എന്താണ്? ആരുടെ വംശത്തിൽ ജനിച്ചവനാണ്? ഇദ്ദേഹത്തിന്റെ പ്രഭാവം ഏതു വിധാണ്? ഈ ഗുഹയിൽ വന്ന് കിടക്കാൻ എന്താ കാരണം? അപ്പൊ ശ്രീശുക ബ്രഹ്മർഷി പറയണു, സൈക്ഷ്വാകുകുലേ ജാതോ മാന്ധാതൃതനയോ മഹാൻ മുജുകുന്ദൈതിഖ്യാതോ ബ്രഹ്മണ്യ സത്യസങ്കര. ശ്രീശോബ്രഹ്മർഷി പറഞ്ഞു, മഹാനുഭാവനായ ഇദ്ദേഹത്തിന്റെ പേര് മുജുകുന്ദൻ എന്നാണ്. ഇക്ഷ്വാകു വംശത്തില് ജനിച്ച ഒരു രാജാവാണ്. മാന്ധാതാവിന്റെ മകൻ. ബ്രാഹ്മണ ഭക്തിയും സത്യനിഷ്ഠയും ഒക്കെയുള്ള ഒരു മഹാത്മാവായിരുന്നു ഈ മുജുകുന്ദൻ. സയാജിത സുരഗണൈ ഇന്ദ്രാദ്യൈരാത്മരക്ഷണേ അസുരേഭ്യ പരിത്രസ്തൈ തദ്രക്ഷാം സോകരോച്ചിരം. ഇപ്പൊ ഗുഹയിൽ വന്ന എങ്ങനെയാണ് ഈ മുജുകുന്ദൻ ഗുഹയിൽ വന്ന് കിടക്കാൻ കാരണം എന്ന് പറയണം. ഇന്ദ്രാദി ദേവന്മാര് അസുരന്മാരുടെ ഉപദ്രവ നിമിത്തം ഭയപ്പെട്ട്
യുദ്ധവീരനായ മുചുകുന്ദ മഹാരാജാവിനോട് തങ്ങളെ അസുരഭയം നിർത്തി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നല്ല യോദ്ധാവാണ് ഈ മുചുകുന്ദ മഹാരാജാവ്. അപ്പൊ അങ്ങ് ഇവിടെ വന്ന് ഈ അസുരന്മാരെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് പറ്റണില്ല അവരെ ജയിക്കാൻ, അങ്ങ് ഒന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോ മാന്ധാതൃപുത്രനായ ഈ വീരൻ അവരെ വേഗം ദേവലോകത്ത് പോയിട്ട് വളരെ കാലം അസുരഭയത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലബ്ധ്വാഗൃഹം തേ സ്വപാലം മുചുകുന്ദമഥാബ്രുവൻ രാജൻ വിരമതാം കൃച്ഛ്രാത് ഭവാൻ ന പരിപാലനാത്. കുറെ കാലം അസുരഭയം കൂടാതെ മുചുകുന്ദ മഹാരാജാവ് ഇന്ദ്രാദികളെ രക്ഷിച്ചുകൊണ്ടിരുന്നു. ആ കാലത്താണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരം ഉണ്ടായത്. അപ്പൊ ദേവന്മാരെല്ലാവരും കൂടി സുബ്രഹ്മണ്യ സ്വാമിയെ തങ്ങളുടെ സേനാപതിയാക്കി അഭിഷേകം ചെയ്തു. ദേവസേനാപതി ആയിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടല്ലോ, സുബ്രഹ്മണ്യ സ്വാമി അസുരന്മാരെ എല്ലാം സംഹരിച്ച് സ്വർഗത്തെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദേവന്മാര് മഹാരാജാവിനോട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് വളരെ കാലമായിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങ് ആ സങ്കടത്തിൽ നിന്ന് അങ്ങ് വിരമിച്ചോളൂ, അങ്ങ് നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് രാജ്യം ഭരിച്ച് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നരലോകേ പരിത്യജ്യ രാജ്യം നിഹത കണ്ടകം അസ്മാൻ പാലയതോ വീര കാമാസ്തേ സർവ ഉജ്ജിതാഹ. ഹേ വീര, മനുഷ്യലോകത്തിൽ അങ്ങയുടെ രാജ്യത്തെ ആക്രമിക്കാൻ തക്ക ശത്രുക്കൾ ആരും അങ്ങേക്കില്ല. ഇനി അങ്ങേക്കിതാ രാജകൊട്ടാരത്തിന്റെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായിട്ടിരിക്കാം. അങ്ങ് സുഖമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെയുള്ള രാജ്യം ഉപേക്ഷിച്ചിട്ടല്ലേ ഞങ്ങളെ രക്ഷിക്കാൻ ഒരുങ്ങിയത്? എല്ലാ സുഖവും ഉപേക്ഷിച്ചിട്ടല്ലേ അങ്ങ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളെ രക്ഷിച്ചത്. സുതാമഹിഷ്യോ ഭവതോ ജ്ഞാതയോ അമാത്യമന്ത്രിണ പ്രജാശ്ച തുല്യകാലീന നാഥുനാ സന്ധികാലിതാഹ. അമ്മക്ക് സുഖണ്ടായില്ലെന്ന് മാത്രല്ല, എല്ലാ ബന്ധുക്കളെയൊക്കെ അങ്ങ് വിട്ടിട്ട് അവരുടെയൊക്കെ വിയോഗം കൂടി അങ്ങ് അനുഭവിച്ചിരിക്കണം. ഹേ രാജാവേ, അങ്ങയുടെ പുത്രന്മാര്, ഭാര്യമാര്, സംബന്ധികള്, ഒരുമിച്ചിരിക്കുന്നവര്, കാര്യാലോചനയെ സഹായിക്കുന്നവര്, അന്നുണ്ടായിരുന്ന പ്രജകള്, അങ്ങയുടെ ആ സമകാലത്ത് ജനിച്ചവരെല്ലാവരും ഈ ഭൂലോകത്തിലില്ല, അവരെല്ലാവരും മരിച്ചുപോയി. അങ്ങ് ഇവിടെ ആയതുകൊണ്ട് പ്രായമൊന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് മുചുകുന്ദ മഹാരാജാവിന് അന്ന് പോയ പോലെ തന്നെ ഇപ്പോഴും ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ബന്ധുക്കള്. എന്നിട്ട് പറയണ്, കാലോ ബലിയാൻ ബലിനാം ഭഗവാനീശ്വരോ വ്യയ പ്രജാ കാലയതേ ക്രീഡൻ പശുപാലോ യഥാ പശുൻ. എല്ലാവരെക്കാളും അധികം ബലം കാലത്തിനുണ്ട്. നിയന്താവും നാശരഹിതനും സകല സമ്പൽ പരിപൂർണനുമായ ഭഗവാനും കാലവും ഒക്കെ ഒന്ന് തന്നെയാ. ആ മഹാദേവൻ ജനങ്ങളെ അനായാസേന, പശുക്കളെ മേയ്ക്കുന്നവൻ തനിക്കിഷ്ടമുള്ള ദിക്കിലേക്ക് ആ പശുക്കളെ കൊണ്ടുപോകണില്ല, അതുപോലെ ആ ഭഗവാൻ ജനങ്ങളെ അനായാസേന കൊണ്ടുപോവാണ്. ഇത് കാലമഹാദേവന്റെ കളിയാണ്. എന്നിട്ട് ഇതാ പറയണം, അങ്ങ് എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങക്ക് ഇഷ്ടമുള്ള വരം മേടിച്ചോളൂ. വരം വൃണീഷ്വഭദ്രം തേ ഹൃദേ കൈവല്യമദ്യന ഏക ഏവേശ്വരസ്തസ്യ ഭഗവാൻ വിഷ്ണു അവ്യയ. അതിനാൽ സർവവും ഉപേക്ഷിച്ച് ഞങ്ങളെ രക്ഷിച്ച അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഇഷ്ടമുള്ള വരം ഞങ്ങളോട് വരിച്ചോളൂ. എന്നാൽ മുക്തി വേണമെന്ന് മാത്രം പ്രാർത്ഥിക്കരുത് കേട്ടോ, അത് നൽകാൻ ഞങ്ങൾ ശക്തരല്ല. കാലകർമാദി ബാധയില്ലാത്ത മഹാവിഷ്ണു മാത്രമേ തന്റെ ഭക്തന്മാർക്ക് മുക്തി കൊടുക്കാൻ ശക്തനായിട്ടുള്ളൂ. ഞങ്ങളൊക്കെയും കാലാതിബാധയിൽ കിടക്കുന്നവരാണ്. അതുകൊണ്ട് മുക്തിദാനം ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾ സമർത്ഥരല്ല. മറ്റ് ഏത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞങ്ങൾ തരാം, അങ്ങക്ക് തരാൻ ഞങ്ങൾ ഒരുക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതാ വരമായിട്ട് നിദ്ര മതി എനിക്ക് എന്ന് ചോദിക്കാണ് മുചുകുന്ദ രാജാവ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.